അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. സ്ത്രീകൾക്ക് ജനാസയിൽ പങ്കെടുക്കൽ അനുവദനീയമാണോ എന്നതാണ് ഇന്ന് നമ്മൾ നടത്തുന്ന ചർച്ച. നമ്മൾ എല്ലാ മസ്അലകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇതും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ മദ്ഹബിന്റെയും ഓരോ മദാഹിബുകളുടെയും അഭിപ്രായ വ്യത്യാസം എന്തൊക്കെയാണ്, അവരുടെ തെളിവുകൾ എന്തൊക്കെയാണ്, ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അഥവാ ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജനാസ അല്ലെങ്കിൽ ഖബറിടം സന്ദർശിക്കൽ അനുവദനീയമായിരുന്നില്ല, അത് ഹറാമാക്കിയിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി വാങ്ങിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ ഖബർ സന്ദർശിക്കുകയും പിന്നീട് അദ്ദേഹം പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിൽ ഇത് നിങ്ങൾക്ക് അനുവദനീയമായിരുന്നില്ല, ഇനി നിങ്ങൾ ഖബറിടങ്ങളിൽ സന്ദർശിച്ചോളൂ, അത് നിങ്ങൾക്ക് ആഖിറത്തെ ഓർമ്മപ്പെടുത്താൻ അത് ഉപകരിക്കുമെന്ന് പറഞ്ഞു. അതിന് ശേഷം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ആരെങ്കിലും ജനാസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് 2 ഖിറാത്ത്, ഉഹദ് മലയോളം, അതാണ് ഖിറാത്തിന്റെ കണക്ക്, അത്രയും പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഒരു കാര്യം അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അനുവദനീയമായ കാര്യമായിരിക്കണം. ഇനി സ്പെസിഫിക് ആയിട്ട് സ്ത്രീകൾക്ക് ഇത് അനുവദനീയമല്ല എന്ന് പറയാൻ വേറെ തെളിവ് വരണം. അപ്പൊ എന്താണ് ആ തെളിവ്? സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിൽ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾക്ക് ജനാസയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു, അഥവാ അത് അനുവദനീയമായിരുന്നില്ല. പക്ഷേ അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നില്ല, ഇഷ്യൂ ആയിരുന്നില്ല എന്നത്. അപ്പൊ അബൂ ദാവൂദിൽ വന്ന മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ട്, ലഅനയുണ്ട് ആർക്ക്? നിരന്തരം ഖബറിടം സന്ദർശിക്കുകയും അവിടെ മെഴുകുതിരികൾ കത്തിക്കുന്നവർക്കും വേണ്ടി. അപ്പൊ ഇത് സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ 2 വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഇവിടെ അള്ളാന്റെ ലാന? അള്ളാന്റെ ലാന ആദ്യം പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ഒരു പ്രാക്ടീസസ് ഉണ്ടല്ലോ, അഥവാ ഖബറിടം സന്ദർശിക്കുകയും അവിടെ മെഴുകുതിരികൾ കത്തിക്കുകയും അവിടെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള മറ്റു ചില പ്രാക്ടീസസും ചെയ്യുന്നതിനെയാണ് അള്ളാന്റെ ലാന ഉണ്ട് എന്ന് പറഞ്ഞു. മറ്റു വിഭാഗം പറഞ്ഞു, അല്ല, അള്ളാന്റെ ലാന ഈ ഖബറിടം സന്ദർശിക്കുന്നത് തന്നെ അള്ളാന്റെ ലാന ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഹദീസിന്റെ മറ്റനിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഹദീസ് ഇബ്നു മാജയിൽ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ അത് ജനാസ പങ്കെടുത്തിട്ട് നിങ്ങൾ ആ മയ്യത്ത് ചുമന്നോ? ഇല്ല. നിങ്ങൾ അതിന്റെ കഫൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആണോ ഇത് ഭൂമിയിലേക്ക് കുഴിച്ചിട്ടത്? അല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളത് എന്ന് പ്രവാചകൻ ഇവരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊരു ഇബ്നു മാജയിൽ ഒരു ഹദീസ് കാണാം. പക്ഷെ ആ ഹദീസ് ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ മേലെ പറഞ്ഞ ഹദീസുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാലിക്കി മദ്ഹബിൽ പറയുന്നത്, ഈ സ്ത്രീകൾ ജനാസയിൽ പങ്കെടുക്കുന്നത് എന്തല്ല, അത് അനുവദനീയമാണ്. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. പ്രായമായ സ്ത്രീകൾക്ക് പങ്കെടുക്കാം, എന്നാൽ പ്രായമല്ലാത്ത ചെറുപ്പക്കാരികളായ സ്ത്രീകളാണെങ്കിൽ അവർ നല്ല വസ്ത്രധാരണ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. മാത്രമല്ല അവരുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലാണ് അവർ പോകേണ്ടത്, അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഹംബലി മദ്ഹബിലും ഷാഫി മദ്ഹബിലും പറയുന്നത് ഇത് ഹറാമല്ല, മറിച്ച് മക്രൂഹാണ്, ഏറ്റവും നല്ലത് അത് ചെയ്യാതിരിക്കുക എന്നതാണ്. ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്, സ്ത്രീകൾക്ക് ജനാസയിൽ പങ്കെടുക്കുന്നത് മക്രൂഹാണ്. അത് തന്നെയാണ് ഇബ്നു മസ്ഊദിന്റെയും ഇബ്നു ഉമറിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഇബ്നു മുൻദിറിന്റെയും ഹസൻ അൽ ബസരിയുടെയും എല്ലാം അഭിപ്രായം. ഇമാം ഖുർത്തുബി പറയുന്നത്, ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് വളരെ വ്യക്തമാണ്, അത് മക്രൂഹാണ് എന്നത്. ഇനി ഹനഫി മദ്ഹബിൽ അവർക്ക് മക്രൂഹ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് കറാഹ തൻസീഹി, അഥവാ ചെറിയ മക്രൂഹ്, അതിന് യാതൊരുവിധ കുറ്റമില്ലാത്ത ചെറിയ മക്രൂഹ്. 2 കറാഹ തൻസീഹി, അത് മക്രൂഹ് തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയൊരു തിന്മ രേഖപ്പെടുത്തും, വളരെ ചെറിയൊരു തിന്മ രേഖപ്പെടുത്തും. അഥവാ മക്രൂഹ് 2 കാറ്റഗറി ഉണ്ട് ഹനഫി മദ്ഹബിൽ. ബാക്കിയുള്ള മദ്ഹബിൽ മക്രൂഹ് എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ. അപ്പോ ഹനഫി മദ്ഹബിൽ ഇത് മക്രൂഹ് കറാഹ തഹ്രീമിയാണ്, ചെറിയൊരു തെറ്റ് വരുന്ന ഒരു മക്രൂഹാണ് സ്ത്രീകൾ ജനാസയിൽ പങ്കെടുക്കുന്നത്. അഥവാ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ളത് ഹനഫി മദ്ഹബിലാണ് എന്ന് കാണാൻ പറ്റും. സഹീഹ് അൽ ബുഖാരിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് കണ്ടു. ഇത് സഹിയായി വന്നതാ. പക്ഷെ അവർ കരയുകയാണ്, അവർ നെഞ്ഞത്തടിച്ച് അല്ലെങ്കിൽ അലമുറ ഇട്ട് കരയുകയല്ല, മറിച്ച് കരയൽ അനുവദനീയമാണ്. അലമുറ ഇട്ട് കരയുന്നതാണ് നിരുത്സാഹപ്പെടുത്തിയതും ഹറാമാക്കിയിട്ടുള്ളതും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കുക, അള്ളാഹുവിന്റെ റിവാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിക്കുക.
അപ്പൊ ഈ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് ചൂടായിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഞാൻ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഏതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ഇലേക്ക് അന്നി എന്നെ വെറുതെ വിട് എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹിയോട് ചൂടായി തിരിച്ച് സംസാരിച്ചു, റസൂലുള്ള ആരാണെന്ന് അറിയാതെ. ഒരു സഹാബി ചെന്നുകൊണ്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ആരോടാണ് ഈ സംസാരിച്ചതെന്ന് വല്ല ബോധമുണ്ടോ? ഈ സ്ത്രീ പെട്ടെന്ന് തന്നെ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഭയന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് മാപ്പിരക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇന്നമ സ്വബറു ഇൻദ സ്വദമത്തിൽ ഊല, സമാധാനം എന്നുള്ളത് അല്ലെങ്കിൽ ക്ഷമ എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടത്തിൽ കാണിക്കണം. അപ്പൊ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത്, അവിടെയാണ് നമ്മൾ ക്ഷമ അവലംബിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. ഒരാഴ്ച കഴിഞ്ഞാൽ ആർക്കും ക്ഷമിക്കാൻ പറ്റും, പക്ഷെ ആദ്യത്തതിൽ എന്താണോ നമ്മൾ ക്ഷമിക്കുന്നത് അതാണ് ക്ഷമയുടെ നമ്മുടെ മാനദണ്ഡം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവർക്ക് ഹജ്ജിന് പോകാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് അവർക്ക് ഹിജാബ് ധരിച്ചുകൊണ്ടല്ല, അവർക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർക്ക് പ്രത്യേകം ഒരു അറേഞ്ച്മെന്റ് ചെയ്യുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ അവർ പ്രത്യേകം ഹൗദജൊക്കെ ഏർപ്പാടാക്കിക്കൊണ്ട് അതിലൊരു അവസരം ഒരുക്കി. തിരിച്ചു പോകുന്ന വഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിന്റെ ഖബർ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ആരോ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കിയിട്ടില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആദ്യം വിലക്കിയിട്ടുണ്ടായിരുന്നു, പിന്നീട് അനുവദിച്ചു. അഥവാ ആദ്യം എല്ലാവർക്കും വിലക്കിയ പോലെ പിന്നീട് എല്ലാവർക്കും അനുവദിച്ച പോലെ ഇത് സ്ത്രീകൾക്കും അനുവദനീയമാണ് എന്ന രൂപത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതിന് തിരിച്ചു മറുപടി നൽകിയത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഈ ഖബർ അഥവാ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിന്റെ ജനാസയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരില്ലായിരുന്നു, ഞാൻ ഈ ഖബർ സന്ദർശിക്കില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ ഹദീസുകളും ചേർത്ത്, ഈ അഭിപ്രായങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, എനിക്ക് വ്യക്തിപരമായി എനിക്ക് കൂടുതൽ ചായ്വുള്ള അഭിപ്രായം, സ്ത്രീകൾക്ക് അവർ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, ബന്ധുവാണ് എന്നുണ്ടെങ്കിൽ, കണ്ടീഷൻസ് അവർക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അഥവാ അവരുടെ വസ്ത്രധാരണ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഖബർ സന്ദർശനം നടത്തുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ അത് ഇനി ഏറിപ്പോയാൽ അത് മക്രൂഹ ആവുകയുള്ളൂ എന്നതാണ് അല്ലാഹു ആലം ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായം വെച്ചിട്ട് എനിക്ക് വ്യക്തിപരമായി കൂടുതൽ ചായ്വ് തോന്നുന്ന അഭിപ്രായം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.